സുഹൃത്തുക്കളെ, അപ്പോൾ രാവിലെ നമസ്കാരം. ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഇത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത് പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഓരോ കമൻറ്റ് കാണുമ്പോൾ ഈ സംഭവം വെച്ചാൽ ഇറാൻ ആക്രമിക്കുന്നതിൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നു. സംഭവം ഇവരെന്ത് അടിസ്ഥാനത്തിൽ കമൻറ്റ് നിനക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ആരെങ്കിലും പ്രത്യേകിച്ച് ഈ ഇറാനോ അല്ലെങ്കിൽ അറബ് രാഷ്ട്രം ആരെങ്കിലും ഇവരെ ദ്രോഹിക്കുന്നുണ്ടാ? ഈ എല്ലാവരും വർഗീയപരമായിട്ട് കാണുന്നു. കമന്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇടുന്നത് ഞാൻ പറയാം, ക്രിസ്തംഗികളാണ് ഈ കമന്റ് ഏറ്റവും കൂടുതൽ ഇടുന്നത്. തുറന്ന് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ആ കമന്റിലും കാണുമ്പോൾ അങ്ങേയറ്റം വിഷമമുണ്ട്. ഈ മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും ശരീരത്തിൽ ഓടുന്ന രക്തം തന്നെയല്ലേ. ഇത് മനസ്സിലാക്കാൻ്റെ സാമാന്യ ബുദ്ധിയെങ്കിലും ഇവർക്കെല്ലാം കാണിച്ചുകൂടെ? അതുമാത്രമല്ല, ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ യുദ്ധത്തിന്റെ പേരിൽ എത്ര ആൾക്കാരാണ് ഈ മരിച്ചു പോകുന്നത്. അതിൽ കൂടുതൽ പിഞ്ചു കുഞ്ഞുങ്ങളിലായിട്ട് നിരപരാധികളല്ല ഇവർ ഈ കൊന്നൊടുക്കുന്നത്. മനസ്സിലായിക്കൂടെ? പിന്നെന്താണ് ഇവരെ വിചാരം ഏതോ ഒരു അറബ് രാഷ്ട്രം അതിനെ ആക്രമിക്കുന്നു, അവരെ നശിപ്പിക്കുന്ന അത് ഇസ്ലാം രാഷ്ട്രമാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷം. പക്ഷെ എന്താണ്, നമ്മളെ നാട്ടിലായാലും ലോകമെമ്പാടും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെയിൻ സാധനമാണ് പെട്രോളും ഡീസലും അല്ലേ? അതിൻ്റെ പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ലല്ലോ. ഈ സംഭവം ഇപ്പം ഇറാൻ ആക്രമിച്ചതോട് കൂടിയിട്ട് ഇനിയിപ്പം നമ്മുടെ നാട്ടിലായിക്കോട്ടെ മൊത്തത്തിൽ ഇതെല്ലാം വരുന്നതിന് മൊത്തത്തിൽ ഇപ്പം ബാധിക്കും. എന്നതാണ് ഇവർക്ക് കാര്യം ശരിക്കും കത്തൽ. അതുവരെ ഇതൊന്നും മനസ്സിലാവില്ല. ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിൽ സാമ്പത്തിക വ്യവസ്ഥിതി എല്ലാം തയ്യാറാറിലാവും. കാരണം ഇപ്പം നമുക്ക് കിട്ടുന്ന ലിറ്ററിന് എത്രയാണ് പെട്രോള്, അതിന് 10 മടങ്ങ് നമ്മിപ്പം കൂടുതൽ കൊടുക്കേണ്ടി വരും. കാരണം പെട്രോളിന്റെ ലഭ്യത കുറവും എല്ലാം കൊണ്ട് നല്ല റേറ്റ് കൂടും. അപ്പോൾ ഈ ഡീസലിന്റെ എല്ലാം വില കൂടുന്നതിന് കണക്കായിട്ട് വണ്ടിയുടെ വാടകയും കൂടും. അതിന് കണക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഭക്ഷ്യസാധനത്തിന്റെ വിലയും കൂടും. ഇതെല്ലാം അതിന് ദ്രോഹം വരാൻ പോകുന്നു. സാധാരണക്കാരനിപ്പോൾ പൊറുതിമുട്ടും. ഇതിലിപ്പോൾ എന്തെങ്കിലും നിസാരായി കാണും. കുറച്ച് കഴിയട്ടെ, ഇതെല്ലാം മനസ്സിലാവും. വെറുതെ ഒന്നല്ല, ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇതിൽ അനുഭവിക്കും. ഓരോ ഗൾഫ് രാജ്യങ്ങളും എല്ലാം അനുഭവിക്കും. അതിലൊരു സംശയമില്ല, ഒരു തർക്കവുമില്ല. നമ്മ ഈ പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിസാരായിരിക്കും, പക്ഷെ അതെല്ലാം നിങ്ങൾ കണ്ടറിയാൻ പോകുന്ന കാര്യങ്ങളാണ്. ഈ പറയാൻ ഞാനടക്കം ഇതിനെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും വില കൂടും. അത് നിങ്ങൾക്ക് പൊതുവെ പറയണ്ടല്ലോ, അറിയില്ലേ? ഡീസലിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ പാചക സാധനങ്ങളെല്ലാം നമുക്ക് എത്തുന്നതിന് വില കൂടും, ഉറപ്പാണ്. അതിലൊരു സംശയമില്ല. അത്യാവശ്യം കയ്യിൽ കുറച്ച് പൈസയുള്ള ആൾക്കാരൊന്നും ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകും. പക്ഷെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർ നമ്മളെപ്പോലെ അവർ ശരിക്കും ബുദ്ധിമുട്ടും. കാരണം സാമ്പത്തികമായിട്ട് നമ്മുടെ അടുത്തൊന്നും വലിയ പൈസയൊന്നുമില്ല. അത്യാവശ്യം ജീവിച്ച് പോകുന്ന വരുമാനം ഇല്ലു എല്ലാവർക്കും. അങ്ങനെയുള്ള അവരെല്ലാം ശരിക്കും ഇതിനെ അനുഭവിക്കും. അതിലൊരു സംശയമില്ല. ഈ അമേരിക്ക ഇസ്രായേലും കൂടിയിട്ട് എന്തിനാണിപ്പം ഇറാനെ ദ്രോഹിക്കുന്നത്? അവരെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ദ്രോഹം ഇവരാരോടും ചെയ്തിട്ടുണ്ടാ? ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് പിടിച്ചടക്കണം ഏത് നമ്മളെ ഇറാൻ. അതിന് നമ്മളെ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കാര്യം നടക്കും. അതാണ് ഈ സംഭവം ഇവർ ചെയ്യുന്നത്. രണ്ടാളും കൂടിയിട്ട് അടിക്കാൻ വേണ്ടി അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇറാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നാടിനെ ദ്രോഹിച്ചിട്ടുണ്ടോ? അമേരിക്കയുടെ ആത്യന്തികമായ ഉദ്ദേശം ഒറ്റൊന്നേ ഉള്ളൂ, ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി എല്ലാം പിടിച്ചെടുക്കണം. അതാണ് അമേരിക്കയുടെ ഉദ്ദേശം. ഇതിനു മുമ്പ് തന്നെ എത്ര രാജ്യങ്ങൾ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ത് നേട്ടമുണ്ടതിന്? അവർ പിടിച്ചടക്കിയില്ലേ? ചൈനക്കൊന്നും പിന്നെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. അവർ പുറം രാജ്യങ്ങളെ ഒന്നിനും ആശ്രയിക്കുന്നില്ല. എല്ലാം അവരെ കൊടക്കിയിലാണ്. അതുകൊണ്ട് അവരാരും പേടിക്കൂല. അവരെ നെറ്റ്വർക്കായാലും എന്തായാലും ഒന്നും മരവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യയും പിന്നെ മറ്റുള്ള കുറേ രാജ്യങ്ങളും അങ്ങനെയല്ല. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ മൊബൈൽ സംബന്ധമായി നമ്മൾ യൂസ് ചെയ്യുന്ന UPI, ഗൂഗിൾ പേ, പിന്നെ ബാങ്ക് സംബന്ധമായ കുറേ കാര്യങ്ങൾ എല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് ഈ ഇസ്രായേലും ഈ അമേരിക്കയെല്ലാം തോന്നുന്നു ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഉദാഹരണം, നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണ്, ആപ്പിൾ ഫോണ്, ഇതെല്ലാം അമേരിക്കയും ഇസ്രായേലും അങ്ങനത്തെ നിർമ്മിതമായ സാധനങ്ങളാണ്. ചൈനക്കത് പേടിക്കണ്ട. ചൈനയെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അവർക്ക്. അതുകൊണ്ടാണ് അവരധികം ആരും ആക്രമിക്കാനും പോകാത്തത്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്രയും പറയാനല്ലോ. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് അതാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതെന്നും പറയുന്നതും. അല്ലെങ്കിൽ നമ്മളടക്കം ഇതിന് ഒരുപാട് നഷ്ടങ്ങൾ കൊടുക്കേണ്ടി വരും. എന്നാൽ പിന്നെ തൽക്കാലം നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്നാൽ പിന്നെ ഓക്കെ, ശരി കേട്ടാ എല്ലാവരോടും.